നമുക്കിന്ന് എളുപ്പത്തിലൊരു പലാസോ പാൻറ് തയ്ക്കാൻ നോക്കാം. ഇത് തീരെ കട്ടിയില്ലാത്തത് കൊണ്ടാണ് 2 ലൈനിങ്ങും കൂടെ ഉള്ള ലൈനിങ് ആയിട്ടുള്ള തുണിയാണ്, മെറ്റീരിയലാണ്. അത് നമ്മൾ ചുരിദാർ മടക്കുന്ന പോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ട് നമുക്ക് എത്രയാണ് നീളം ആവശ്യം അതിനനുസരിച്ച് ഞാനിവിടെ 38 ഇഞ്ചാണ് നീളം എടുക്കുന്നത്. 38 വേണ്ട, ശരിക്കും 37-36 മതി. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പിനും അടി മടക്കി എടുക്കണം, പിന്നെ മേളിൽ ഇലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടാണ് എടുക്കുന്നത്. പിന്നെ വീതി ഞാൻ 11, അത് മൊത്തത്തിൽ ഇട്ടു. പിന്നെ എന്നിട്ട് ആ 38-ന് താഴോട്ട് ഞാനൊരു 13 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ടത്. നമ്മുടെ ഈ ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് അത് 13 ഇഞ്ച് അടയാളപ്പെടുത്തി. താഴെയാണ് കാലിൻ്റെ അവിടെ അവർക്ക് ഒത്തിരി വിരിവ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ 8.5-ന്ന് നമുക്ക് ഈ 13 അടയാളപ്പെടുത്തി എടുത്തോട്ട് ഒരു ജോയിൻറ്റ് വളച്ചൊരു കർവ് പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്, 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. ഞാൻ ഒന്നര ഒരു 3 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടി അധികത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യൽ തുമ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തയ്യൽ തുമ്പ് എടുത്തില്ല, ഇലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് ഇത് എടുത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിന്ന് വെട്ടാം. താഴത്തുനിന്ന് ആ ക്രോച്ച് ഏരിയയിലോട്ടും പിന്നെ ഇലാസ്റ്റിക്കിന് ഏറ്റവും മുകളിലത്തെ വരയിലോട്ട് വെട്ടിയെടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കും. വിടർത്തി വെച്ചതാണ്. ഇനി നമുക്ക് ആ മേളിലത്തെ അരയുടെ അവിടെ നിന്ന് നമ്മുടെ ക്രോച്ച് ഏരിയയിലോട്ട് നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അതുപോലെ 2 വശവും നമുക്ക് അടിച്ചെടുക്കാം. 2 വശം നല്ല വശം കൂടെ ചേർത്ത് വെച്ച് അടിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് വെക്കണം. അതിന് നമ്മൾ ഈ ഇത്രയും വീതി ഉള്ളതിൽ നിന്ന് ഒരു ഇച്ചിരി കൂടെ വീതി കൂട്ടിയാണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത്. അത്രയും നീളത്തിലാണ് ഇലാസ്റ്റിക് എടുത്തേക്കുന്നത്. എൻ്റെ ഈ ജോയിൻറ്റ് വന്നേക്കുന്നിടത്ത് ആദ്യം ഒരു ഇലാസ്റ്റിക്കിൻ്റെ തുമ്പ് വെച്ച് കൊടുക്കുക. ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. തെന്നി പോകത്തില്ല. അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് ഇതായിട്ടിരിക്കും. പിന്നെ നമുക്ക് അതിങ്ങനെ വലിച്ച് പിടിച്ചടിച്ചാൽ മതി. ഇല്ല, ആ തുമ്പത്തുനിന്ന് ഇങ്ങേ തുമ്പ് വരെ അതിനെക്കാട്ടിലൊരു ഇച്ചിരി കൂടെ 1 ഇഞ്ചോളം നീളം കൂട്ടിയെടുത്തേക്കുന്ന ഇലാസ്റ്റിക്കിന്. എന്നിട്ട് ആ മറ്റേ തുമ്പും കൂടെ നമ്മൾ നേരത്തെ ഇലാസ്റ്റിക് ചേർത്തെടുത്ത് തന്നെ ഇലാസ്റ്റിക്കിൻ്റെ തുമ്പ് വെച്ച് ഒന്നടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് രണ്ടായിട്ട് മടക്കി അടിച്ചാൽ മാത്രം മതി. മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലാസ്റ്റിക്കേ കൊള്ളരുത്. അതുകൊണ്ട് ഇതുപോലെ ഞാൻ അകത്തോട്ടൊന്നും കയറ്റുക, അതിന് ജസ്റ്റ് ഒന്ന് മടക്കി ഇലാസ്റ്റിക്കേ കൊള്ളാതെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കും. എന്നിട്ട് അതുപോലെ തന്നെ ഇനി ഒന്നും കൂടെ മടക്കി അടിക്കുമ്പോൾ അത് അവിടെ വൃത്തിയായിട്ടിരുന്നോളും. ഞാൻ ആ സൈഡിൽ കൂടെ ഒന്നും കൂടെ അടിച്ചെടുക്കാം. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരടി, ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതിരിക്കാൻ സെൻറ്ററിൽ കൂടെ ഒരടിയും കൂടെ അടിച്ച് അപ്പോൾ നമ്മുടെ അരയുടെ അവിടെ റെഡിയായി. ഇനി നമുക്ക് കാലിൻ്റെ അവിടുത്തെ അവിടുത്തെ ഏതെങ്കിലും തയ്യലുണ്ടായിരുന്നു, ഒന്നും കൂടെ മടക്കി അടിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒന്നും കൂടെ 2ആയിട്ട് മടക്കി അടിക്കാൻ, ഞാനിതൊരു ഒറ്റ മടക്കായിട്ടേ അടിക്കുന്നുള്ളൂ. അങ്ങനെ 2ഉം കൂടെ കാലിൻ്റെ വശവും 2 തുമ്പും നമുക്ക് ഒരുപോലെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ ഒരുപോലെ നമുക്ക് അതുപോലെ ഒരുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ അകം വശത്തോട്ടിട്ട് നല്ല വശം മടക്കി അകത്തോട്ട് വെച്ചിട്ട് ലൈനിങ് ഉള്ളതുകൊണ്ട് 4 തുമ്പ് വരും. ആ 4 തുമ്പും കൂടെ ഒരേ ലെവലിൽ പിടിച്ച് അടിയിൽ നിന്ന് കെട്ടിട്ടിട്ട് ഇപ്പുറത്തെ കാലിൻ്റെ തുമ്പ് വരെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 തയ്യൽ വെച്ചിടും, കാരണം പെട്ടെന്ന് പൊട്ടിപ്പോവും ഇല്ലെങ്കിൽ. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ തയ്ച്ച് കഴിയുമ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെ